എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 28 തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സർക്കാർ നൽകുന്ന വിവിധ ഭവന പദ്ധതികളുണ്ട്. വീട് എന്ന സ്വപ്നം സഫലമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുമുണ്ട്. ഈ പദ്ധതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ഇതിൽ ഒന്നാമത്തേതാണ് PMAY, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി. 2015 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന ഭാരതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭവന പദ്ധതിയാണ്. 2022 ആകുമ്പോഴേക്കും രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി ഗ്രാമീണ നഗര മേഖലകളിൽ ഒരുപോലെ പ്രവർത്തിക്കുന്നു. മറ്റൊന്നാണ് CLSS ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം. ഭവന വായ്പ എടുക്കുന്ന ഇടത്തരം കുടുംബങ്ങൾക്ക് 3% മുതൽ 6.5% വരെ പലിശ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് ക്രെഡിറ്റ് ലിമിറ്റ് സബ്സിഡി സ്കീം. 6 ലക്ഷം വരെ വരുമാനമുള്ള EWS അല്ലെങ്കിൽ LIG വിഭാഗങ്ങൾക്ക് 6 ലക്ഷം വരെ വായ്പക്ക് 6.5% സബ്സിഡി ലഭിക്കും. ഇനി കേരള സർക്കാരിൻ്റെ ഭവന പദ്ധതികൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫ് മിഷൻ പദ്ധതി. 2017 പദ്ധതി ആരംഭിച്ചത്. ഭൂരഹിതരായ ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും ഉറപ്പു നൽകുന്നതിന് 4 ലക്ഷം രൂപ ചെലവിൽ 376 ചതുരശ്ര അടി വിസ്താരമുള്ള വീടുകൾ നിർമ്മിക്കുന്ന പദ്ധതി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗുണകരമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സ്ഥലമില്ലാത്തവർക്ക് വീട് വെക്കാൻ ഇടവും നൽകുന്ന പദ്ധതിയുണ്ട്. ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് ഭൂമി നൽകി വീട് പണിയുന്ന പദ്ധതിയാണിത്. ഗ്രാമപ്രദേശങ്ങളിൽ 3 മുതൽ 5 സെൻറ്റ് ഭൂമി വരെ, നഗരപ്രദേശങ്ങളിൽ 1.5 മുതൽ 3 സെൻറ്റ് ഭൂമി വരെയും ഇങ്ങനെ ലഭിക്കുന്നതാണ്. മറ്റൊന്നാണ് കേരള ഭവൻ KSFE ഭവന പദ്ധതി. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് KSFE ഭവന നിർമ്മാണത്തിന് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിയാണിത്. ഇടത്തരം കുടുംബങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്. മറ്റൊന്നാണ് ഹൗസിംഗ് ബോർഡ് ഭവന പദ്ധതികൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി ഭവന വായ്പകൾ, കുറഞ്ഞ പലിശ നിരക്കുകൾ, ലഘുവായ തിരിച്ചടവ് എന്നിവ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. കേരള ഹൗസിംഗ് ബോർഡ് സ്ഥിര വരുമാനക്കാർക്ക് സ്ഥിര ഗൃഹ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണിത്. ഫ്ലാറ്റുകൾ, ഭൂഖണ്ഡം, ഭവന വായ്പ തുടങ്ങിയ വിവിധ പദ്ധതികൾ ഹൗസിംഗ് ബോർഡ് നടപ്പിലാക്കുന്നുണ്ട്. SBIയുടെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത്. SBIയുടെ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ വഴി ബ്രാഞ്ച് ചാനലിലൂടെ നടത്തുന്ന പണം പിൻവലിക്കലിനുള്ള പുതുക്കിയ നിരക്കുകൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രൊഡക്റ്റ് കോഡ് 10111701 ഉൾപ്പെടുന്ന ബേസിക് സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്കാണ് ഈ മാറ്റം ബാധകമാകുക. പുതുക്കിയ നിരക്കുകൾ പ്രകാരം ഉപഭോക്താവിന് ഓരോ മാസവും 4 തവണ മാത്രമാണ് പണം സൗജന്യമായി പിൻവലിക്കാൻ കഴിയുക. ആദ്യത്തെ 4 പിൻവലിക്കൽക്കു ശേഷം ഓരോ ഇടപാടിനും 15 രൂപ GST എന്നിവ SBI ഈടാക്കുന്നതാണ്. രാജ്യത്തെ ദേശീയപാതകളിലെ യാത്രക്കാർക്ക് ആശ്വാസമേകുന്ന ടോൾ പദ്ധതിയുമായി ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രഖ്യാപനം. രാജ്യത്തുടനീളമുള്ള 121 ടോൾ പ്ലാസകളിൽ കൂടി ഓൺലൈൻ ഫാസ്ടാഗ് ലോക്കൽ പാസ് സംവിധാനം ആരംഭിച്ചു. ലോക്കൽ പാസ് ലഭ്യമാകാൻ അർഹരായ ആളുകൾക്ക് ടോൾ പ്ലാസയിൽ നേരിട്ട് ടോൾ പ്ലാസയിൽ എത്തുന്നതിന് പകരമായി മൊബൈൽ ആപ്പ് വഴി ലോക്കൽ പാസിന് അപേക്ഷ നൽകാനാകും. ഓൺലൈനായി പാസിന് അപേക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കിയതോടെ താമസ സ്ഥലം തെളിയിക്കുന്ന രേഖ ഉൾപ്പെടെ ടോൾ പ്ലാസയിലെത്തി അപേക്ഷ സമർപ്പിക്കുന്ന സംവിധാനത്തിനാണ് മാറ്റം വരുന്നത്. ടോൾ പ്ലാസയ്ക്ക് സമീപം താമസിക്കുന്ന ആളുകൾക്ക് രാജ്മാർഗ് ആപ്ലിക്കേഷനിലൂടെ പ്രതിമാസ പാസ് നേടാനാകും. നിശ്ചിത ഫീസ് ഈടാക്കി കഴിഞ്ഞാൽ പ്രദേശവാസികൾക്ക് ലോക്കൽ പാസ് അനുവദിക്കുന്നതാണ്. ഈ 2.0 വരികയാണ്. മറ്റു മാറ്റങ്ങളും ഉണ്ട്. മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന് പിഴ ഈടാക്കിയ സംഭവം, സ്ത്രീകൾക്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ ഇൻഷുറൻസ് തുടങ്ങിയ അറിയിപ്പുകളും ഉണ്ട്.
വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇതിൽ ആദ്യത്തെ അറിയിപ്പ് CKYC 2.0 തന്നെയാണ്. രാജ്യത്തെ സാമ്പത്തിക രംഗത്തും ബാങ്കിംഗ് സേവനങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന CKYC 2.0 അഥവാ സെൻട്രൽ നോ യുവർ കസ്റ്റമർ ഓഗസ്റ്റ് 1 മുതൽ നടപ്പിലാക്കുകയാണ്. പുതിയ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുന്നതിനും ഓരോ സ്ഥാപനത്തിലും വ്യക്തിഗത രേഖകൾ നൽകുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് റെഗുലേറ്റർ അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളുമാണ് ഇത് നടപ്പിലാക്കുക. തുടർന്ന് അസറ്റ് മാനേജ്മെന്റ് കമ്പനികളും മ്യൂച്വൽ ഫണ്ട് ബ്രോക്കറേജ് സ്ഥാപനങ്ങളും വർഷാവസാനത്തോടെ ഇതിന്റെ ഭാഗമാകും. നിലവിൽ ഏകീകൃത രജിസ്ട്രിയിൽ 120 കോടിയോളം ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ലഭ്യമാണ്. എങ്കിലും വിവരങ്ങളിലെ അപൂർണതയും ആവർത്തനവും കാരണം ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നില്ല. പുതിയ CKYC 2.0 ക്രമീകരണത്തിൽ വിവരങ്ങളുടെ കൃത്യത വ്യക്തമാക്കുന്ന കോൺഫിഡൻസ് സ്കോർ ഉൾപ്പെടുത്തും. ഒറ്റത്തവണ പാസ്വേഡ് അഥവാ OTP വഴി ഉപഭോക്താവിന്റെ സമ്മതം ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും കേന്ദ്രീകൃത രജിസ്ട്രിയിൽ നിന്നും സ്ഥാപനങ്ങൾ തട്ടിപ്പുകൾ തടയുന്നതിനും നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ രീതി സഹായിക്കും. സിംഗപ്പൂർ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ഏകീകൃത ഡിജിറ്റൽ ഐഡന്റിറ്റി മാതൃകയിലാണ് ഇന്ത്യയിലും ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്ത് സാമ്പത്തിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും കൂടുതൽ ആളുകളെ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങളിലേക്ക് ആകർഷിക്കാനും പുതിയ മാറ്റം ഉപകരിക്കും. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് 31 വരെ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ബാങ്കുകൾ പിഴ ഈടാക്കിയത് 7000 കോടി രൂപ. കൂടുതൽ തുക ഈടാക്കിയത് സ്വകാര്യ ബാങ്കുകളാണ്. സേവിങ്സ് കറന്റ് അക്കൗണ്ടുകളിൽ മിനിമം ശരാശരി ബാലൻസ് നിലനിർത്താത്തവരിൽ നിന്നാണ് വൻ പിഴ ഈടാക്കിയിരിക്കുന്നത്. സ്വകാര്യ ബാങ്കുകൾ ആകെ ഈടാക്കിയിരിക്കുന്നത് 4948.71 കോടി രൂപയാണ്. ഇതിൽ HDFC ബാങ്ക് മാത്രം 1798.14 കോടി രൂപയും വാങ്ങിയിട്ടുണ്ട്. ആക്സിസ് ബാങ്ക് 1081.33 കോടി രൂപയും പിഴയായി ഈടാക്കിയിട്ടുണ്ട്. 19 സ്വകാര്യ ബാങ്കുകളിലെ മൊത്തം തുകയുടെ 58% HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നീ ബാങ്കുകളാണ് ഈടാക്കിയിരിക്കുന്നത്. 2137.92 കോടി രൂപയാണ് പൊതുമേഖലാ ബാങ്കുകൾ മൊത്തം പിഴയായി ഈടാക്കിയിട്ടുള്ളത്. എന്നാൽ പിഴ ബാധകമല്ലാത്ത അക്കൗണ്ടുകളുണ്ട്. എല്ലാ അക്കൗണ്ട് ഉടമകൾക്കും ഇത്തരം പിഴ ബാധകമല്ല. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ബേസിക് സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുള്ളവർക്കും പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് ഉള്ളവർക്കും പിഴ ഈടാക്കി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.